നമസ്കാരം. വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. മേടം രാശിക്ക് ക്രിസ്മസ് ദിനങ്ങളിൽ അത്യധികം ഭാഗ്യം സിദ്ധിക്കുന്ന ഒരവസ്ഥയാണുള്ളത്. 2025 ഡിസംബർ 25-26 തീയതികളിലാണ് ഈ ഏറ്റവും നേട്ടമുള്ള ദിവസങ്ങൾ മേടം രാശിക്ക്. മേടം രാശി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, അശ്വതി ഭരണി കാർത്തിക ആദ്യ പാദം. പ്രധാനമായിട്ട് ഞങ്ങൾ പറയുന്നത് ഈ ദിവസങ്ങളിൽ ശനി മാത്രമാണ് ഇവർക്ക് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ടുള്ളത്. ഓക്കെ. പിന്നെ ഈ ജ്യോതിഷം പറയുന്നതിന് ദക്ഷിണ കൊടുക്കുന്ന ഒരു ആചാരമുണ്ട്. ദക്ഷിണ ഞങ്ങൾ പണമായിട്ട് ചോദിക്കുന്നില്ല, പകരം ഞങ്ങളുടെ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഹൈപ്പ് ചെയ്യുക എന്ന് പറഞ്ഞ പുതിയൊരു പരിപാടിയുണ്ട്. അതിൻ്റെ സംവിധാനം നിങ്ങളുടെ ഫോണിലുണ്ടെങ്കിൽ ദയവായി ഞങ്ങളുടെ ചാനൽ ഹൈപ്പും ചെയ്യുക. അതുപോലെ ജ്യോതിഷപരമായിട്ടുള്ള സംശയങ്ങൾക്ക് ഞാൻ വാട്സാപ്പിലൂടെ മറുപടി പറയുന്നതാണ്. ഫോൺ വിളിക്കരുത്, പകരം വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കുക. നിങ്ങളുടെ സംശയങ്ങൾ മെസ്സേജായിട്ട് അയയ്ക്കുക വാട്സാപ്പിൽ. എൻ്റെ വാട്സാപ്പ് നമ്പർ 9847291363. അപ്പോൾ ഇതിൽ 8 ഗ്രഹങ്ങൾ പ്രതികൂലമല്ല. അതേസമയം 3 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ടും ഫലം തരും. അതേസമയം 5 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് അനുകൂലമാണ്. ഭാഗ്യപരീക്ഷണങ്ങളിലൊക്കെ ഇവർക്ക് സാധ്യതയുണ്ട്. ഭാഗ്യപരീക്ഷണങ്ങളെന്ന് പറയുമ്പോൾ ചിട്ടി, അതുപോലെ തന്നെ ഓഹരി വിപണി, അതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റ്, ഭൂമി കച്ചവടം, ഇതൊക്കെ ഭാഗ്യപരീക്ഷണങ്ങളിൽ പെടുന്ന സംഭവങ്ങളാണ്. അതുപോലെ തന്നെ ലോട്ടറിയിലുമൊക്കെ സാധ്യത ഇവർക്കുണ്ട്. പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ ഡിസംബർ 25-26 തീയതികളിൽ. ഇതിൻ്റെ കറക്റ്റ് ടൈമിംഗ് പറയുകയാണെങ്കിൽ ഡിസംബർ 24 രാത്രി 7:46 PM മുതൽ ഡിസംബർ 27 വെളുപ്പിന് 3:10 AM വരെയാണ് ഈ ഫലങ്ങൾ അനുഭവവേദ്യമാകുന്നത്. മേടം രാശിക്ക് പിന്നെ കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഒക്കെ ഉയർച്ച ഉണ്ടാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ് ഉണ്ടാവും. അതുപോലെ ശുക്രൻ അനുകൂലമായതിനാൽ ഭാഗ്യസ്ഥാനത്താണ് ശുക്രൻ നിൽക്കുന്നത്. അപ്പോൾ ഭൗതിക സുഖങ്ങൾ ഉണ്ടാവും. ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന ശുക്രനെ വ്യാഴം ദൃഷ്ടി ചെയ്യുന്നുമുണ്ട്. അപ്പോൾ ഭൗതിക സുഖങ്ങളെന്ന് പറയുമ്പോൾ വീട്, വാഹനം, ഓക്കെ, അതുപോലെ തന്നെ ശയനസുഖം, അതുപോലെ തന്നെ ഭക്ഷണ സുഖം, ആഭരണ ലാഭം, വസ്ത്രലാഭം, പിന്നെ തീർച്ചയായിട്ടും ബന്ധങ്ങൾ. അത് നിരവധി തരത്തിലുള്ള ബന്ധങ്ങളുണ്ടല്ലോ. ഇപ്പോൾ തൊഴിൽപരമായിട്ട് ബന്ധങ്ങൾ, അതായത് നിങ്ങളുടെ മേലധികാരി ഒരാൾ പുതിയതായിട്ട് വരാം. ആ മേലധികാരിയുടെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് അനവധി നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥ ഉണ്ടാവാം. പിന്നെ തീർച്ചയായിട്ടും ബന്ധങ്ങൾ, ദാമ്പത്യ ജീവിതം നല്ല രീതിയിൽ ഊഷ്മളമാവും. സുഹൃത്ത് ബന്ധങ്ങൾ, പുതിയൊരു സുഹൃത്തിനെ ലഭിക്കാം. അതുപോലെ സമൂഹത്തിൽ ഉന്നതരായവരുടെ സൗഹൃദം പുതുതായിട്ടുണ്ടാവാം. അതുവഴി ഇപ്പോൾ അല്ലെങ്കിൽ ഭാവിയിൽ നേട്ടങ്ങളുണ്ടാവാം. അതുപോലെ തന്നെ ഇവർക്ക് ബുധൻ അനുകൂലമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ബൗദ്ധിക മേഖലയിൽ, അത് മാത്രമല്ല
സംസാര കലയുമായി ബന്ധപ്പെട്ട തൊഴിൽ ചെയ്യുന്നവർ, അഡ്വക്കേറ്റുമാർ, അധ്യാപകർ, അതുപോലെ തന്നെ രാഷ്ട്രീയക്കാർ, ഓക്കെ, അതുപോലെ തന്നെ മാധ്യമ പ്രവർത്തകർ, ബിസിനസ്സുകാർ, ബിസിനസ് എക്സിക്യൂട്ടീവ്സ്, പിന്നെ സെയിൽസ്മെൻ, സെയിൽസ് ഗേൾസ്, പിന്നെ കലാകാരന്മാർ, അങ്ങനെ സംസാര കലയുമായി ബന്ധപ്പെട്ട ആൾക്കാർക്കും നേട്ടം ഉണ്ടാവും. പിന്നെ ഇവിടെ ചന്ദ്രൻ 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് നിൽക്കുകയാണ്. അപ്പോൾ ശാരീരിക മാനസിക അസ്വസ്ഥതകൾ നീങ്ങിത്തുടങ്ങി, കൂടുതൽ ആരോഗ്യം മെച്ചപ്പെടും. പിന്നെ തീർച്ചയായിട്ടും വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, ഇതൊക്കെ ഇവർക്ക് ഈ ക്രിസ്മസ് നാളുകളിൽ പ്രതീക്ഷിക്കാം. മേടം രാശിക്കാർക്ക് മാത്രമല്ല, ഈ വെളിച്ചം ചാനൽ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. അതുപോലെ തന്നെ സർവകാര്യ വിജയം, സർവവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ, ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം, ഹാപ്പി ക്രിസ്മസ്. ഓക്കെ.